ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നല്ലൊരു തണുത്ത ദിവസം എന്ന് പറയാം. പൊതുവേ മഴ കുറച്ച് കുറവായിരുന്നു, പക്ഷെ നല്ലൊരു മഞ്ഞ് മൂടിയ പോലത്തെ ഒരു എഫക്റ്റായിരുന്നു രാവിലെ. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് മഴയില്ലാത്ത സമയമാണെങ്കിൽ ഞാനിങ്ങനെ പുറത്തോടൊക്കെ നടക്കൂട്ടാ പല്ലും തെച്ചുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ മഴയാണെങ്കിൽ പിന്നെ ഉള്ളിൽ തന്നെ എല്ലാം എന്താ ചെയ്യുക, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ അച്ഛൻ മുമ്പ് നട്ടിട്ട് പോയ കുറച്ച് വഴുതനങ്ങ ചെടി ഉണ്ടായി. അത് മൊത്തവും പുഴു വന്നിട്ട് അലാക്കിൻ്റെ അവലും കഴിഞ്ഞ് എന്താ പറയുക, എപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഓരോരോ ഇലയായിട്ട് തിന്ന് തീർത്തിട്ടുണ്ടാവും. പിന്നെ വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ ഇതുപോലെ തന്നെ ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ വളരണോ വേണ്ടയോ എന്ന് സംശയത്തോടു കൂടി നിൽക്കണ വാഴയത്. എന്താ പറയുക, അതും അങ്ങനെ തന്നെ. വാഴയും കണക്കന്നെ, ഞാനും കണക്കന്നെ. അത് ഞാൻ എടുത്ത് പറയില്ല, ആരും കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് സമയം പിന്നെ ഇപ്പം നോക്കാറേ ഇല്ല കേട്ടോ. രാവിലെ എണീറ്റ് ചില സമയത്തൊക്കെ ഫുഡും എല്ലാം കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴൊക്കെ ചിലപ്പോൾ 8:30 അപ്പോൾ പിന്നെ ഓടാൻ നിൽക്കുവേ. പിന്നെ ഇങ്ങനെ പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത്. അവരൊക്കെ ഉറങ്ങട്ടെ, അവർക്കൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെ പല്ലൊക്കെ തേച്ചുകൊണ്ടകത്ത്. അപ്പം ഞാൻ പല്ല് തേക്കണം മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തിളക്കുമല്ലോ. അപ്പോൾ വരാനാകുമ്പോഴത്തേക്കും തിളച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ, ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായതുകൊണ്ട് രാത്രി കറി വെക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. രാവിലത്തേക്ക് നമുക്ക് ദോശക്കും കാര്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കറിയും കൂടി ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഞാൻ മടിച്ചിട്ട് ചോറും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ അപ്പോൾ അതും ചൂടാക്കാൻ വെച്ചു. പിന്നെ തോരനും ഉണ്ടായിരുന്നു, അതും ഞാൻ ചൂടാക്കാൻ നേരത്തെ വെച്ചിനി. അങ്ങനെ ചായ തിളച്ച് വന്ന്. എനിക്ക് ലൈറ്റ് ചായ കേട്ടോ ഇഷ്ടം. അത് പൊതുവേ അങ്ങനെ തന്നെ. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കുന്നു, നല്ല തലവേദനയൊക്കെ വരുന്ന ടൈമിൽ. അല്ലാത്ത പക്ഷം എനിക്ക് ലൈറ്റ് ചായ ഇഷ്ടം. അതിനകത്തേക്ക് പാല്, നാടൻ പാലാന്നേ. ആ പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ട് പിന്നെ ഞാൻ രാവിലത്തേക്ക് ദോശക്ക് വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദോശയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ തന്നെയാണ്. ഇടയ്ക്ക് മാത്രം മാറ്റി പുട്ടോ ഇഡലിയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശക്കുള്ളതും കൂടി അവിടെ മാറ്റി വെച്ചിട്ട് അരി അടുപ്പത്തിട്ടു. അത് എന്താ പറയുക, ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് റേഷനല്ലേ. ഈ മാസത്തെ ഫുള്ള് റേഷനും അമ്മ എനിക്ക് തന്നിട്ടാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്കുള്ള അരിയായി. നമുക്ക് കുറച്ചല്ലേ വേണ്ടൂ, രണ്ട് ഗ്ലാസ് അല്ലേ വേണ്ടൂ. പകലൊന്നും നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഗോതമ്പ് മേടിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗോതമ്പ് മേടിച്ചിട്ട് കുത്തിക്കൊണ്ട് തന്നില്ല അമ്മ. കൊണ്ട് തരുമായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സമയം കൊണ്ടുള്ള ചായ എടുത്ത് എൻ്റെ മെയിൻ പ്ലേസാണ് എടുത്തത്. ഇത് വീഡിയോ എടുക്കുന്ന സ്ഥലം കൂടി മാത്രമല്ല, ഞാനിങ്ങനെ കസേരയിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കൂട്ടാ. ആലോചന പറഞ്ഞാൽ വല്ലാത്തൊരു ആലോചനയാണ് ആ സമയത്ത്. ഇപ്പം പിന്നെ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ടായിട്ട് ആലോചിക്കില്ല. കാരണം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡും വെച്ചിട്ട് ഫോൺ വെക്കുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കേണ്ട ടൈം ഓർമ്മയുണ്ടാവുമല്ലോ. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷേ വീഡിയോ ഒന്നും എടുക്കുന്നില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ തന്നെ ആട്ടോ. ഇത് വെറുതെ ഒന്ന് വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു കുറച്ച് സമയമാണ്. കാരണം നമുക്ക് നമ്മളെ ആ സമയത്തെ ചിന്തകൾ എന്തൊക്കെയാണ് വരണതെന്ന് എനിക്ക് പോലും അറിയില്ല. ആ ഒരു ഗ്ലാസ് ചായ ചൂട് തണിയണ വരെ അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും കേട്ടോ, പുറത്തേക്ക് നോക്കിക്കൊണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഇപ്പം പിന്നെ വേഗം എഴുന്നേക്കും. ഇത് ഓഫാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റിട്ട് പോയിട്ട് ദോശ ചുടാനുണ്ട് അത്രേ. പിള്ളേരൊക്കെ എഴുന്നേറ്റു. അതിനിടയിൽ അവരവരെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ.